Good morning. Good morning. Good Good morning. morning, ma'am. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട്? മഴയൊക്കെ എങ്ങനെയുണ്ട് അവിടെ? Good morning. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. മഴയൊക്കെ ഉണ്ട്, നല്ല മഴ ഉണ്ട്. ഇപ്പൊ ഇല്ല. ഇപ്പൊ പറഞ്ഞു അല്ലേ? ഓക്കെ. ഭക്ഷണമൊക്കെ കഴിച്ച എല്ലാവരും? ഫുഡൊക്കെ കഴിച്ചാ? Yes, yes. എനിക്ക് നല്ല മഴ പെയ്യുന്നുണ്ട്, പിന്നെ ഇടയ്ക്ക് കുറയും അല്ലേ? അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കേട്ടോ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു? നമ്മള് ജനറൽ മെഡിസിൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പഠിച്ചിരുന്നു. പിന്നെ എന്തായിരുന്നു? ഗൈസ്ട്രോ എൻറ്ററോളജി, അതുപോലെ ഹെപ്പറ്റോളജി, ഗൈനക്കോളജി, പിന്നെ ഒബ്സ്ട്രക്റ്റിക്സ്. അതിന്റെ കൂടെ തന്നെ നമ്മള് ART പഠിച്ചിരുന്നു അല്ലെ? അസിസ്റ്റഡ് എന്താണ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി അല്ലെ? IVF ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ART ടെക്നോളജി, അത് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ഇതായിരുന്നു ന്യൂറോളജി അല്ലെ? ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. എല്ലാവരും വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചു നോക്കിയോ എല്ലാവരും? കുറെ പേരൊക്കെ വായിച്ചു നോക്കി അല്ലേ? അപ്പോ ഒന്ന് ജനറൽ മെഡിസിൻ ഒന്ന് പറയാമോ? ഒരാള് പറയൂ. ആരാണ് പറയാ? ദിവ്യ ഉണ്ടോ? ദിവ്യാറിണി ഉണ്ടോ? ദിവ്യ ഇല്ല. പിന്നെ ആരാണുള്ളത്? സൈഫുനിസ. സൈഫുനിസയ്ക്ക് ഒന്ന് പറയാമോ ജനറൽ മെഡിസിൻ എന്തായിരുന്നു എന്ന്? ഇന്റേണൽ മെഡിസിൻ അല്ലെങ്കിൽ ജനറൽ മെഡിസിൻ ഒരു സ്പെസിഫൈ ഏരിയയിൽ അല്ലാതെ ഒരു വൈഡ് റേഞ്ച് ഓഫ് മെഡിസിൻ ആണ് ജനറൽ മെഡിസിൻ. അതൊരു അതിലെ ഫിസിഷ്യൻസും ഒരു നോട്ട് സ്പെഷ്യാലിസ്റ്റ് പെർട്ടിക്കുലർ ഏരിയ ആയിരിക്കില്ല. പിന്നെ അത് റൊട്ടീൻ ഹെൽത്തിന്, പിന്നെ ആക്സസിന്, ഡിഫറെന്റ് കണ്ടീഷൻസ്, ഇൽനെസ്, ഇഞ്ചുറി എല്ലാരെയും അവർ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആണ് കേട്ടോ. കറക്റ്റ് ആണ്. ഫിസിഷ്യൻ ആണ് അവിടെ ഉണ്ടാവുക അല്ലെ? ഫിസിഷ്യൻ എന്ന് പറയുന്നത് നോട്ട് സ്പെഷ്യലൈസ്ഡ് ഇൻ പെർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിൻ. പ്രത്യേക ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ആളല്ല, ജനറൽ മെഡിസിൻ ആണ് അല്ലെ? വൈഡ് റേഞ്ച് ഓഫ് ഇൽനെസ് ആണ് അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. വെരി ഗുഡ്. പിന്നെ ഇനി ആരാണ് ഒരാൾ പറയാം? ഇനി പിന്നെ നമ്മൾ എന്തായിരുന്നു പറയാം? ഹെപ്പറ്റോളജി എന്താണ്? ഷെഹിന ഒന്ന് പറയാമോ? ഷെഹിനയുണ്ടോ? ഉണ്ട് മിസ്. അമ്പോ, അച്ഛനാണോ? ഷെഹിന ഒന്ന് പറഞ്ഞേ, ഹെപ്പറ്റോളജി എന്താണെന്ന് പറയാം. സംബന്ധമായ രോഗങ്ങൾക്കുള്ള ചികിത്സ. ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് അല്ലെ? ആ ഒരു മേഖലയാണ് എന്തെന്ന് പറയുന്നത്? ഹെപ്പറ്റോളജി അല്ലെ? ഓക്കെ, ഓക്കെ ആണ് കേട്ടോ ഷെഹിന. പിന്നെ നെക്സ്റ്റ് നമ്മള് ഗൈനക്കോളജി പറഞ്ഞിരുന്നു അല്ലെ? എന്തായിരുന്നു ഗൈനക്കോളജി? ഒരാൾ പറഞ്ഞേ. ഹസിനെ പറഞ്ഞോളൂ. ഡെലിവറി സംബന്ധമായ രോഗങ്ങൾക്ക് അല്ല, ഡെലിവറിക്ക് വേണ്ടിയിട്ടൊക്കെ വയറിന്റെ ചുമക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ. അത് ഞാൻ ചോദിച്ചത് ഗൈനക്കോളജി ആണ് കേട്ടോ. ഹുസിന് പറഞ്ഞത് ഗൈസ്ട്രോ എൻട്രോളജി ആണ്. അതായത് സ്റ്റൊമക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്. കറക്റ്റ് ആണ് കേട്ടോ. ഹുസിന് കേട്ടപ്പോ ചിലപ്പോ ഗൈസ്ട്രോ എന്നാണ് കേട്ടത്. ഗൈനക്കോളജി ആയിരുന്നു കേട്ടോ. റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഗൈനക്കോളജി എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ചാപ്റ്റർ കിട്ടിയില്ല, എപ്പോഴാ ക്ലാസ് കേൾക്കുന്നത്? കുഴപ്പമില്ല, പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. ഹുസിന് കറക്റ്റ് ആണ്. വെരി ഗുഡ്. പിന്നെ ഈ പീരീഡ്സിന്റെ ഭാഗമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഒബ്സ്ട്രോളജി. ഒബ്സ്ട്രക്റ്റിക്സ് അത് വന്നിട്ട് നമ്മൾ എന്താണ്? പ്രസവ ചികിത്സാ സംബന്ധമായിട്ടുള്ള വിഭാഗമാണ് കേട്ടോ. ഓക്കെ. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ സ്ത്രീകളും പുരുഷന്മാർക്കുമുള്ള ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനുള്ള വന്ധ്യതാ പ്രശ്നങ്ങളൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള. അതെ, കറക്റ്റ് ആണ് കേട്ടോ. അതിനെയാണ് നമ്മൾ ART എന്ന് പറയുന്നത് കേട്ടോ. അസിസ്റ്റഡ്
എന്താണ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. നമ്മൾ അതിനകത്ത് IVF ട്രീറ്റ്മെന്റ് ഒക്കെ പറഞ്ഞിരുന്നു കേട്ടോ. IVF ട്രീറ്റ്മെന്റ് പറഞ്ഞിരുന്നു. പിന്നെ IUI പോലുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ്സും IVF പോലെയുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് കേട്ടോ ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടത്. അപ്പൊ വെരി ഗുഡ്, എല്ലാവരും വായിച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്യാണ്. സൗണ്ട് കുറവാണോ? ചെയ്യാമോ സൗണ്ടിന്? കൂട്ടിയിടാം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സുകൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നമ്മള് പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുകയാണ്. എന്താണ്? നെഫ്രോളജി. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? നെഫ്രോളജി കേട്ടോ. നെഫ്രോളജി ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു ചാപ്റ്റർ ഭയങ്കര വലിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ഒത്തിരി ഡിപ്പാർട്ട്മെന്റ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇൻ പേഷ്യന്റ് സർവീസസോ ഔട്ട് പേഷ്യന്റ് സർവീസസോ ആണ് പറഞ്ഞത്. അതിനകത്ത് ഔട്ട് പേഷ്യന്റ് സർവീസസ് ആണ് അതിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ആണ് നമ്മളിപ്പോ കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ടാബുലാർ കോളത്തിൽ പെടാത്ത കുറെ ഡിപ്പാർട്ട്മെന്റ്സും നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ലെങ്തി ആണ്. അപ്പോ ഇത് നമ്മൾ തുടങ്ങാൻ പോകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നെഫ്രോളജി അല്ലെ. നെഫ്രോളജി കേട്ടോ. ന്യൂറോളജി വരെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്താണ് നെഫ്രോളജി? പലർക്കും അറിയാം. അതെ, അതിലെ കറക്റ്റ് ആണ്. സ്റ്റഡി ഓഫ് കിഡ്നി അല്ലെ. സ്റ്റഡി ഓഫ് കിഡ്നി. ആദിത്യ കറക്റ്റ് ആണ് കേട്ടോ. കിഡ്നിയെ സംബന്ധിച്ചുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്? നെഫ്രോളജി എന്ന് പറയുന്നത്. കിഡ്നിക്ക് വരുന്ന അസുഖങ്ങള്, അവയുടെ രോഗനിർണയം. ശ്രുതി കറക്റ്റ് ആണ് കേട്ടോ. രോഗനിർണയം, അതിന്റെ ചികിത്സ, ഇവയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പ് അല്ലെ, ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നെഫ്രോളജി എന്ന് പറയുന്നത്. കാര്യം നമുക്കറിയാം, എന്താണ് നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ, എന്താണ് നമ്മുടെ ശരീരത്തില്? അതെ, അതായത് നമ്മുടെ രക്തത്തിലുള്ള മാലിന്യങ്ങൾ അല്ലെ, മാലിന്യങ്ങൾ ഉണ്ടായിരിക്കും, മറ്റുള്ള എന്താ പറയാ ശരീരദ്രവങ്ങള്, ജലം, അങ്ങനെയുള്ളതൊക്കെ എന്താണ് നീക്കം ചെയ്യുന്ന അല്ലെ, നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഓർഗനാണ്, ഒരു അവയവമാണ് കിഡ്നി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ കിഡ്നിക്കകത്ത് നെഫ്രോൺസ് എന്ന് പറയുന്ന അരിപ്പയുണ്ട്. അരിപ്പയാണ്, അതിന്റെ പേരാണ് നെഫ്രോൺസ്. അപ്പൊ ആ ഒരു പേരിൽ നിന്നാണ് നെഫ്രോളജി എന്ന് പറയുന്ന ആ ഒരു നെയിം വന്നേക്കുന്നത് കേട്ടോ. നെഫ്രോളജി. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. നെഫ്രോളജി ഫോക്കസസ് ഓൺ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് that affect the kidney, including electrolyte disturbance and hypertension. എന്താണ് പറയുന്നത്? അതായത് ഇപ്പൊ പറഞ്ഞ കാര്യം, കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അതിന്റെ രോഗങ്ങളെ രോഗനിർണയം നടത്തുക, അതിന് ചികിത്സിക്കുക, അങ്ങനെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നെഫ്രോളജി എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇൻക്ലൂഡിങ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ. എന്താണ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്? എന്തായിരിക്കും ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്? അപ്പൊ ആദ്യം ഇലക്ട്രോലൈറ്റ്സ് എന്താണെന്ന് അറിയണം അല്ലെ. ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബോഡി വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. ഈ പറയുന്ന ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ ഇലക്ട്രോലൈറ്റ്സ് വരുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള മിനറൽസിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഹ്യൂമൻ ബോഡിയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള മിനറൽസിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത്തരം ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ബയോ കെമിക്കൽ റിയാക്ഷൻസിന്, അതായത് നമ്മളുടെ ജീവൽ പ്രവർത്തനങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക മാത്രമല്ല, ജീവൽ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരും. ഇപ്പൊ നമ്മുടെ നാഡീ പ്രവർത്തനങ്ങള്, അല്ലെങ്കിൽ നമ്മുടെ പേശി സങ്കോചം, ശരീരത്തിലുള്ള ആസിഡ് ബേസ്, അതിന്റെ ഒരു ബാലൻസ്, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന അങ്ങനെയുള്ള ഒത്തിരിയേറെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആൾക്കാരാണ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത് കേട്ടല്ലോ. ഇലക്ട്രിക്കലി ചാർജ്ഡ് മിനറൽസ് ആണ്. നമ്മളുടെ ശരീരത്തിനകത്ത് എന്തെല്ലാം ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്? സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, കാൽസ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്. അതെ, കറക്റ്റ് ആണ് കേട്ടോ. ആദ്യമൊക്കെ പറയുന്നുണ്ട്, ശരിയാണ്. ഇത്രയേറെ ഇലക്ട്രോലൈറ്റ്സ് നമ്മളുടെ ശരീരത്തിനകത്തുണ്ട് അല്ലെ. അത് ഒത്തിരി മെറ്റാബോളിക് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഇലക്ട്രോലൈറ്റ്സ് ഒരു ബാലൻസിലാണ് നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നത്. ഒരു ബാലൻസ്, അത് ഒന്നുകൂടി കൂടിക്കഴിഞ്ഞാലോ കുറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മുടെ ശരീരത്തിന് വളരെ പ്രതികൂലമായിട്ട് തന്നെ
ബാധിക്കും. അതിനൊരു ബാലൻസ് ചെയ്ത് നിർത്താൻ സഹായിക്കുന്ന ഒരാളാണ് നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ കിഡ്നി സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ ഈ കിഡ്നി ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ഈ ഇലക്ട്രോലൈറ്റ്സിന്റെ ബാലൻസ് അങ്ങോട്ട് നഷ്ടപ്പെടുകയാണ്. ഈ ഇലക്ട്രോലൈറ്റ്സ് അതായത് അതിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് പറയും. എന്ന് വെച്ചാൽ അതിന്റെ ഒരു ബാലൻസ് നഷ്ടപ്പെടും, അല്ലെങ്കിൽ അത് കൂടും, അല്ലെങ്കിൽ അത് കുറയും. അതൊക്കെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് അഥവാ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് പറയുന്നത് കേട്ടോ. അത് കിഡ്നിക്ക് ഫെയിലിയർ വരുമ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരും. പിന്നെന്താണ് പറയുന്നത്? ആൻഡ് ഹൈപ്പർ ടെൻഷൻ അല്ലെ. ഹൈപ്പർ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് വളരെ ഇൻക്രീസ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഹൈപ്പർ എന്ന് പറയുമ്പോൾ എപ്പോഴും കൂടുതലാണ്. ഹൈപ്പോ എന്ന് പറയുമ്പോൾ അത് താഴെ പോകുന്ന അവസ്ഥയാണ് കേട്ടോ. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? BP ആണ് അല്ലെ, രക്തസമ്മർദ്ദമാണ് അല്ലെ. ഭയങ്കരമായിട്ട് BP കൂടുന്ന ഒരു അവസ്ഥ. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ സോഡിയം ലവണങ്ങളുണ്ട്, പൊട്ടാസ്യം ലവണങ്ങളുണ്ട്, ഇത്തരത്തിലുള്ള ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട് അല്ലെ. അവയൊക്കെ ഇംബാലൻസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രക്തസമ്മർദ്ദം കൂടും. രക്തസമ്മർദ്ദം കൂടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ തുടർന്ന് ഒരുപാട് മറ്റുള്ള പ്രോബ്ലംസ് വരും. ഹാർട്ട് ഫെയിലിയർ ആവാം, ഹാർട്ട് അറ്റാക്ക് വരാം, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വരാം. ഈ വൃക്കയ്ക്ക് ഏതെങ്കിലും തരത്തിലെ തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റിക് ഇംബാലൻസ് വരികയും അല്ലെങ്കിൽ ഫ്ലൂയിഡ്, നമ്മുടെ ബോഡി ഫ്ലൂയിഡ് ഇംബാലൻസ് ആവുകയും സ്വാഭാവികമായിട്ടും രക്തസമ്മർദ്ദം കൂടുകയും ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് ഇലക്ട്രോലൈറ്റിക് ഡിസ്റ്റർബൻസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അത് ഈ പറയുന്ന വൃക്കയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ് അല്ലെ. ഇതെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? നെഫ്രോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അടുത്തത് എന്താണ്? റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. നമ്മൾ പൊതുവെ RRT എന്നാണ് പറയട്ടെ, RRT എന്നാണ് പറയാ, റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. ഈ റീനൽ എന്ന വാക്ക് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? കിഡ്നിയുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. റീനൽ എന്ന് പറയുന്ന വേർഡ് ദാറ്റ് ഇസ് റിലേറ്റഡ് ടു കിഡ്നി, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി ഇൻക്ലൂഡിംഗ് ഡയാലിസിസ് ആൻഡ് ട്രാൻസ്പ്ലാന്റ് ആർ ആൾസോ കാരിഡ് ഔട്ട് ബൈ നെഫ്രോളജിസ്റ്റ് അല്ലെ. നമ്മൾ നെഫ്രോളജി സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടറെയാണ് നമ്മൾ നെഫ്രോളജിസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യും? റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അല്ലെ. റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പിയിൽ വരുന്നതാണ് എന്ത്? ഡയാലിസിസും ട്രാൻസ്പ്ലാന്റും. ഡയാലിസിസ് നമുക്കറിയാം വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് ഡയാലിസിസ്. നമുക്കറിയാം നമ്മുടെ വൃക്കയുടെ ധർമ്മം എന്താണെന്ന് നമ്മൾ തുടക്കമായി പറഞ്ഞിരുന്നു. അപ്പോ ഈ പറയുന്ന കിഡ്നി ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ഈ രക്തത്തിനെ പുറത്തു കൊണ്ടുവന്ന് ഒരു യന്ത്രത്തിന്റെ സഹായത്തോടു കൂടി അശുദ്ധീകരിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഡയാലിസിസ് സർവീസസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. പിന്നെന്താണ്? ട്രാൻസ്പ്ലാന്റ്. നിങ്ങൾക്കറിയാം 2 വൃക്കയുണ്ട് നമ്മുടെ ശരീരത്തിൽ. ഒരു വൃക്ക മതി നമുക്ക് ജീവിക്കാനായിട്ട്. പക്ഷെ ഏതെങ്കിലും കാരണവശാൽ ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ, 2 ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈഫ് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സേവനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്, നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിനകത്ത് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ പറഞ്ഞത്? സിമ്പിൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മൾ വേറൊരു ഡിപ്പാർട്ട്മെന്റ് പഠിക്കുകയാണ്. അതെന്താണ്? ന്യൂക്ലിയർ മെഡിസിൻ. ഇത് ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂക്ലിയർ മെഡിസിൻ. അപ്പൊ നിങ്ങള് എന്താണ് ഹിസ്റ്ററി ഒന്നുകൂടെ പറയണോ? ലേറ്റ് ആയിട്ടാണോ കയറിയത്? നമ്മൾ പറഞ്ഞത് നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. നെഫ്രോളജി എന്ന് പറയുന്നത് കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പാണ് നെഫ്രോളജി എന്ന് പറയുന്നത്. അവിടെ ട്രീറ്റ് ചെയ്യുന്ന കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്, അതുപോലെ ഹൈപ്പർ ടെൻഷൻ കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. എന്തൊക്കെയാണ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പിയിൽ വരുന്നത്? ഡയാലിസിസ്, ട്രാൻസ്പ്ലാന്റ്, ഇങ്ങനെയുള്ള സേവനങ്ങളും ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റും പഠിക്കുമ്പോൾ കാര്യം ഇത് ഒരുപാട് ഇലാബറേറ്റ് ചെയ്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിനകത്തുള്ള പോയിന്റ്സ് വളരെ കുറവേ ഉള്ളൂ കേട്ടോ. ചെറിയ പോയിന്റ്സുകൾ മാത്രമേ അതിനകത്ത് പറഞ്ഞു പോകുള്ളൂ. അപ്പൊ നമ്മൾ ആ പോയിന്റ്സ് ഫോക്കസ് ചെയ്ത് പഠിക്കാം. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റും പേര് കേൾക്കുമ്പോൾ എന്തുമായിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് പഠിച്ചു വെക്കണം. അതോടൊപ്പം ചില ഡിപ്പാർട്ട്മെന്റ്സ് പഠിക്കുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എന്തെല്ലാം ചികിത്സകളാണ് അവിടെ ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കണം കേട്ടോ. കാര്യം അതിൽ നിന്ന് വല്ല ടേംസ് ഒക്കെ ഇലക്ട്രോലൈറ്റിക് ഡിസ്റ്റർബൻസ്, ഈ ടേം എന്തുമായിട്ട് റിലേറ്റഡ് ആണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയണത് നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെങ്കിൽ കിഡ്നിയുമായിട്ട് റിലേറ്റഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം.
അപ്പൊ ആ രീതിയിൽ പഠിക്കണം കേട്ടോ, വായിക്കുമ്പോഴും ശ്രദ്ധിക്കുക. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂക്ലിയർ മെഡിസിൻ അല്ലെ. ന്യൂക്ലിയർ മെഡിസിൻ നമ്മള് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അത്ര ഫെമിലിയർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് അത്ര ഫെമിലിയർ ആയിരിക്കില്ല അല്ലെ. അതെ, അതിലെ കറക്റ്റ് ആണ് കേട്ടോ. സ്പെഷ്യലൈസ്ഡ് ഏരിയ ഓഫ് റേഡിയോളജിസ്റ്റ് ആണ്. അപ്പോ വായിക്കാം നമുക്ക്. ന്യൂക്ലിയർ മെഡിസിൻ ഇസ് എ ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ ഇമേജിംഗ് that uses small amount of radioactive material to diagnose and ascertain the severity of or treat a variety of diseases, including many types of cancers, heart disease, gastrointestinal, endocrine, neurological disorders, and other abnormalities within the body. വലിയൊരു സെന്റൻസ് ആണ്. എന്താണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറഞ്ഞാല്? ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് നമ്മുടെ റേഡിയോളജിയുടെ അല്ലെങ്കിൽ മെഡിക്കൽ ഇമേജിങ്ങിന്റെ തന്നെ ഒരു ബ്രാഞ്ച് ആണ്, അതിന്റെ തന്നെ ഒരു ശാഖയാണ് എന്തെന്ന് പറയുന്നത് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. നിങ്ങൾ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജീസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ. എക്സ്റേ പഠിച്ചു, CT സ്കാൻ, MRI സ്കാൻ, അതൊക്കെ നിങ്ങൾ പഠിച്ചില്ലേ? മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജീസ് റേഡിയോളജി പഠിച്ചതാണല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ് അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡയഗ്നോസിന് വേണ്ടിയിട്ടാണ് അല്ലെ, രോഗനിർണയത്തിന് വേണ്ടിയിട്ടാണ്. അത്തരത്തിലുള്ള റേഡിയോളജി അല്ലെങ്കിൽ ഇമേജിംഗ് ടെക്നോളജീസിന്റെ തന്നെ ഒരു ബ്രാഞ്ച് ആണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് അല്ലെ. ന്യൂക്ലിയർ എന്നൊക്കെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ന്യൂക്ലിയസ് അല്ലെങ്കിൽ ആറ്റങ്ങള് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു കണക്ഷൻ വരും. അത് ശരിയാണത്. ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഫിസിക്സ് ആയിട്ടും കെമിസ്ട്രി ആയിട്ടും അതുപോലെ മാത്സും കമ്പ്യൂട്ടറും ഒക്കെ ആയിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മേഖല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ന്യൂക്ലിയർ മെഡിസിനിൽ എന്താ സംഭവിക്കുന്നത്? ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ, ശ്രദ്ധിക്കാട്ടോ, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അവിടെ എന്തിനു യൂസ് ചെയ്യുന്നത്? ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ട്രീറ്റ്മെന്റിന് മാത്രമല്ല, ഇമേജിങ്ങിനും വേണ്ടിയിട്ട് കേട്ടോ. ഇമേജിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ്. എന്നിട്ട് അതിലൂടെ നമ്മൾ പല അസുഖങ്ങളെയും ട്രീറ്റ് ചെയ്യും. എങ്ങനെയുള്ള അസുഖങ്ങളൊക്കെയാണെന്നാ പറയുന്നത്? that uses small amount of radioactive material. എന്താണ് റേഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ആ പേരിൽ തന്നെ കിട്ടും, റേഡിയോ ആക്റ്റീവ് ആണ് അല്ലെ. റേഡിയേഷനെ ആക്റ്റീവ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. കാര്യം അത് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്, സ്ഥിരതയില്ലാത്തതാണ്. പക്ഷെ എന്താണ് അത്? റേഡിയേഷൻസിനെ എന്താണ് നീതു? എന്താണ് എന്തെങ്കിലും പറയാനുണ്ടോ നീതുവിന്? സ്ലോ ആക്കി പറയണം. ഓക്കെ, സ്ലോ ആക്കി പറയാം കേട്ടോ, സ്പീഡ് കൂടുന്നുണ്ട് അല്ലെ. അതായത് ന്യൂക്ലിയർ മെഡിസിൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റേഡിയോ ആക്റ്റീവ് അല്ലെ, റേഡിയേഷനെ ആക്റ്റീവ് ചെയ്യുന്ന അല്ലെങ്കിൽ റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. അത് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്, അതായത് സ്ഥിരത ഇല്ലാത്തതാണ്. പക്ഷെ അത് റേഡിയേഷനെ എമിറ്റ് ചെയ്തുകൊണ്ട് അത് എന്താവുകയാണ്? സ്റ്റേബിൾ ആയിട്ട് മാറുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള റേഡിയേഷൻസിനെയാണ് അത് വിടുന്നത്. വളരെ ഹൈ എനർജി ആയിട്ടുള്ള റേഡിയേഷൻസിനെയാണ് അവര് എമിറ്റ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സബ്സ്റ്റൻസ് യൂസ് ചെയ്തുകൊണ്ട് ടു ഡയഗ്നോസ് ആൻഡ് അസർട്ടൈൻ ദി സിവിയറിറ്റി അല്ലെ, പല അസുഖങ്ങളുടെ തീവ്രത മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ രോഗനിർണയം നടത്താനായിട്ട്, അതുപോലെ ട്രീറ്റ് എ വെറൈറ്റി ഓഫ് ഡിസീസസ്. ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളാണ് അത് മനസ്സിലാക്കി വെക്കണം. ഇൻക്ലൂഡിങ് മെനി ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് അല്ലെ, വിവിധ തരത്തിലുള്ള ക്യാൻസറുകള്, പിന്നെ ഹാർട്ട് ഡിസീസ് അല്ലെ, ഹൃദ്രോഗം, അതുപോലെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈൻ എന്ന് വെച്ചാൽ എന്താണ്? ദഹനനാളത്തിലൊക്കെ വരുന്ന പ്രശ്നങ്ങള്, പിന്നെ എൻഡോക്രൈൻ നമ്മൾ പഠിച്ചതാണ് അല്ലെ, അന്തസ്രാവി വ്യവസ്ഥ, അവയെ ബാധിക്കുന്ന ഇഷ്യൂസ്, പിന്നെന്താണ്? ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് അല്ലെ, നാഡീ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസുകൾ, ആൻഡ് അതർ അബ്നോർമാലിറ്റീസ് വിത്തിൻ ദ ബോഡി, നമ്മുടെ ശരീരത്തിൽ വരുന്ന മറ്റു പല അപാകതകൾ അല്ലെ, അബ്നോർമാലിറ്റീസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന ആ ഒരു മെഡിക്കൽ ഇമേജിങ്ങിന്റെ അല്ലെങ്കിൽ റേഡിയോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ് എന്തെന്ന് പറയുന്നത് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? എന്താണ് ന്യൂക്ലിയർ മെഡിസിൻ? സാധാരണ നമ്മൾ ഈ ക്യാൻസറിന്റെ ഒക്കെ ട്രീറ്റ്മെന്റിനായിട്ട് കൊബാൾട്ട് 60 എന്നൊക്കെ പറയുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ എന്താണ് അയഡിൻ 131, നമ്മളുടെ തൈറോയിഡ് ഇഷ്യൂസ് ഒക്കെ വരുമല്ലോ,
സംഭവം അത് എൻഡോക്രൈനിൽ വരുന്നതാണ് അല്ലെ. അന്തസ്രാവി വ്യവസ്ഥയിൽ വരുന്ന ഗ്ലാൻഡ് ആണ് തൈറോയിഡ്, പാരാതൈറോയിഡ്. അപ്പൊ ഈ തൈറോയിഡ് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ അതിന് ചികിത്സിക്കാനായിട്ട് അയഡിൻ 131 എന്ന് പറയുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ എന്താണ് താലിയം 201 ഹൃദ്രോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. ടെക്നീഷ്യൻ 99 അതൊക്കെ ഈ പറയുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആണ്. ടെക്നീഷ്യൻ 99 ഒക്കെ നാഡീ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസിനൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആണ് കേട്ടോ. അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട, നമ്മൾ ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞുള്ളൂ കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട് ട്രീറ്റ്മെന്റിനും അതുപോലെ തന്നെ രോഗനിർണയത്തിനും വേണ്ടിയിട്ട്. ഇനി എന്താണ് പറയുന്നത്? ന്യൂക്ലിയർ യൂസ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ കോൾഡ് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ്. എന്താണ് ഇവിടെ ന്യൂക്ലിയർ മെഡിസിന് വേണം കേട്ടോ, ന്യൂക്ലിയർ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ന്യൂക്ലിയർ മെഡിസിൻ യൂസ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ കോൾഡ് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ്. ന്യൂക്ലിയർ മെഡിസിൻ ഈ പറയുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന് നമ്മൾ പറയാ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എന്നാണ് പറയാ. അതെ കറക്റ്റ് ആണ് കേട്ടോ. റേഡിയോ ഫാർമസ്യൂട്ടിക്കൽ. എന്താ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയാൻ കാരണം എന്താണ്? കാര്യം അത് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അല്ലെ, ഫാർമസി പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് അവയൊക്കെ നമ്മൾ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എക്സാമ്പിൾസ് ആണ് കേട്ടോ. നമ്മൾ ഈ ന്യൂക്ലിയർ മെഡിസിൻ യൂസ് ചെയ്തുകൊണ്ട് ട്രീറ്റ് ചെയ്യുന്ന ചില അസുഖങ്ങൾ അത് ഫോക്കസ് ചെയ്ത് പഠിക്കണം കേട്ടോ. എന്തൊക്കെ അസുഖങ്ങളാണ്, അതിന്റെ ഉദാഹരണങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. Examples of diseases treated with the nuclear medicine procedures ആണ്. എന്തൊക്കെ അസുഖങ്ങളാണ്? ഹൈപ്പർ തൈറോയിഡിസം അല്ലെ, നമ്മൾ ഹൈപ്പർ ടെൻഷൻ പറഞ്ഞു അല്ലെ. ഹൈപ്പർ എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു വേർഡ് ഇൻക്രീസിനെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. ഹൈപ്പർ തൈറോയിഡിസം അല്ലെ, തൈറോയിഡിന്റെ ഓവർ ആക്റ്റീവ് ആയിട്ടുള്ള തൈറോയിഡ് അല്ലെ, തൈറോയിഡ് ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. അതിന്റെ ഉത്പാദനം വളരെ കൂടുമ്പോ അല്ലെ, ഒത്തിരി കൂടുന്ന അവസ്ഥയിൽ വരുന്ന ഒരു കണ്ടീഷനാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. കൂടിക്കഴിഞ്ഞാലും നമ്മുടെ മെറ്റാബോളിക് ആക്ടിവിറ്റീസിന് അത് പ്രതികൂലമായിട്ട് ബാധിക്കും. നമ്മുടെ ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് കൂടും, അതുപോലെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ വരും കേട്ടോ. അപ്പൊ ഹൈപ്പർ തൈറോയിഡിസം, പിന്നെന്താണ് തൈറോയിഡ് ക്യാൻസർ, പിന്നെ ലിംഫോമാസ്. ലിംഫോമാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലിംഫോമാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ക്ലാസ്സിലായിട്ട്. കേട്ടിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നമ്മൾ ബ്ലഡ് ബാങ്ക് ഒക്കെ പറയുന്ന സമയത്ത് ലിംഫോമാസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊരു ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ ആണ് കേട്ടോ. ലിംഫോമ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ തന്നെയാണ്. നമ്മളുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു ക്യാൻസർ ആണ് കേട്ടോ. ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളുടെ പ്രതിരോധ വ്യവസ്ഥയെ എന്താ പറയുക സഹായിക്കുന്ന ഒരു സിസ്റ്റം ആണ് നമ്മുടെ ബോഡിയിലുള്ള ലിംഫാറ്റിക് സിസ്റ്റം. അപ്പൊ അതിനെ ബാധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ തന്നെയാണ് ലിംഫോമ എന്ന് പറയുന്നത്. പിന്നെന്താണ് ആൻഡ് ബോൺ പെയിൻ ഫ്രം സം ടൈപ്സ് ഓഫ് ക്യാൻസർ അല്ലെ. ഇപ്പൊ ക്യാൻസർ മൂലം പലതരത്തിലുള്ള അസ്ഥിവേദനകൾ, ബോൺ പെയിൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള അസുഖങ്ങളെയൊക്കെ ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിച്ച് ചികിത്സിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻ എന്താണെന്ന് മനസ്സിലാക്കി അത് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്ന അസുഖങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് കേട്ടോ. ഇതൊക്കെയാണ് ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡ് ക്യാൻസർ, ലിംഫോമാസ്, ബോൺ പെയിൻ ഫ്രം എന്താണ് സം ടൈപ്സ് ഓഫ് ക്യാൻസർ. ക്ലിയർ ആണല്ലോ. അടുത്തത് സ്പെഷ്യലി ഡിസൈൻഡ് ക്യാമറാസ് allow the doctors to track the path of these radioactive tracers. റേഡിയോ ആക്റ്റീവ് ട്രേസേഴ്സ് എന്ന് പറഞ്ഞാൽ നത്തിങ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. കാര്യം ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിനെ നമ്മൾ ഇൻട്രാവെനസലി, അതായത് നമ്മുടെ വെയിനിലൂടെ ശരീരത്തിനകത്തേക്ക് ഇൻജെക്ട് ചെയ്ത് വിടും. ഓക്കെ, ഇൻജെക്ട് ചെയ്യുമ്പോൾ ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പോകും. അപ്പൊ അങ്ങനെ പോകുമ്പോൾ അതിന്റെ പാത്ത് ട്രാക്ക് ചെയ്യാനായിട്ട് സ്പെഷ്യലി ഡിസൈൻഡ് ക്യാമറാസ് ആണ് ഉപയോഗിക്കുന്നത്. Specially designed cameras allow the doctors to track the path of these radioactive tracers. ഈ പറയുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിന്റെ പാത പിന്തുടരാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ക്യാമറാസ് ഉപയോഗിക്കുന്നു. അപ്പോൾ അത് ഡോക്ടേഴ്സിനെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. ഇനി ഫോർ ദ മോസ്റ്റ് ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസ് ഇൻ ന്യൂക്ലിയർ മെഡിസിൻ ദ റേഡിയോ ആക്റ്റീവ് ട്രേസർ ഈസ് അഡ്മിനിസ്റ്റേർഡ് to a patient by intravenous injection. നമ്മൾ പറഞ്ഞല്ലോ ഇൻട്രാവെനസ്ലി, അതായത് നമ്മുടെ എന്ത് ചെയ്യാണ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിനെ ബോഡിയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വിടാണ് ത്രൂ ഇൻജെക്ഷൻ കേട്ടോ. ഇൻജെക്ഷനിലൂടെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വിടും. എന്നിട്ട് അതിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യും.
ട്രാക്ക് ചെയ്യാനായിട്ട് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ക്യാമറാസും ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങളെയൊക്കെ അത് ട്രീറ്റ് ചെയ്യുന്നത്. കേട്ടല്ലോ. പിന്നെ അടുത്തത് എന്താണ് പറയുന്നത്? സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടഡ് ഫോട്ടോഗ്രാഫി, ടോമോഗ്രഫി ഓർ സ്പെക്ട് എന്നാണ് കേട്ടോ പറയാം. സ്പെക്ടിന്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കണം. CT സ്കാനിങ് നിങ്ങൾ പഠിച്ചു അല്ലെ? കമ്പ്യൂട്ടർ ടോമോഗ്രഫി. CT നിങ്ങൾക്കറിയാം. എസും ടിയും ഇയും എന്താണ് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി ഓർ സ്പെക്ട് കേട്ടോ. സ്പെക്ടിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. ആൻഡ് പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി ഓർ PET, PET എന്ന് പറയും കേട്ടോ. PET scans are the two most common imaging modalities in nuclear medicine. മൊഡാലിറ്റീസ് വെച്ച രീതികളാണ് കേട്ടോ. അതായത് ന്യൂക്ലിയർ മെഡിസിനിൽ ഉപയോഗിക്കുന്ന ഇമേജിംഗ് രീതികൾ, ഇമേജിംഗ് ടെസ്റ്റുകൾക്ക് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? സ്പെക്റ്റും അതുപോലെ തന്നെ പെറ്റും കേട്ടോ. സ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CT നിങ്ങൾക്ക് അറിയാലോ, കമ്പ്യൂട്ടർ ടോമോഗ്രഫി. പിന്നെ പെറ്റ് എന്താണ്? പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി കേട്ടല്ലോ. അത് എന്താണ്? ഇമേജിംഗ് രീതികളാണ്, ഇമേജിംഗ് ടെസ്റ്റുകളാണ് കേട്ടോ. ന്യൂക്ലിയർ മെഡിസിനിൽ ഉപയോഗിക്കുന്ന ഇമേജിംഗ് ടെസ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞപ്പോ ഇത് ഒരു റേഡിയോളജി അല്ലെങ്കിൽ ഇമേജിങ്ങിന്റെ തന്നെ ഒരു വേറൊരു ബ്രാഞ്ച് ആണ് അല്ലെ, ഈ പറയുന്ന ന്യൂക്ലിയർ മെഡിസിൻ. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഇമേജസ് യൂസ് ചെയ്യുന്നത്? ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ, രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോ ഈ എക്സ്റേ അല്ലെങ്കിൽ CT, MRI ഒക്കെ പോലെയുള്ള ഒരു എന്താ പറയാ ഇമേജിംഗ് ടെസ്റ്റ് ആണ് സ്പെക്ട് എന്ന് പറയുന്നതും പെറ്റ് എന്ന് പറയുന്നതും. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ന്യൂക്ലിയർ മെഡിസിൻ. ക്ലിയർ ആയോ പറഞ്ഞത്? ന്യൂക്ലിയർ മെഡിസിൻ എന്താണ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. അതൊരു റേഡിയേഷൻ അല്ലെങ്കിൽ ഇമേജിംഗ് മെഡിസിന്റെ തന്നെ ഒരു ബ്രാഞ്ച് ആണെന്ന് മനസ്സിലാക്കാം. അതിനകത്ത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യാനും ഡയഗ്നോസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്തൊക്കെ രോഗങ്ങളെയാണ് നമ്മൾ അവിടെ ചികിത്സിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഹൈപ്പർ തൈറോയിഡിസം, അതുപോലെ തൈറോയിഡ് ക്യാൻസർ, പിന്നെ ലിംഫോമാസ്, ബോൺ പെയിൻ, സം ടൈപ്സ് ഓഫ് ക്യാൻസർ, ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെയാണ് അവിടെ കൊടുക്കുന്നത്. പിന്നെ സാധാരണ ഈ ഒരു ഇതില് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിനെ ഇഞ്ചെക്ട് ചെയ്യും അല്ലെ, വെയിനിലൂടെ ശരീരത്തിനകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യുകയും അതിന്റെ ട്രാക്ക് മനസ്സിലാക്കാനായിട്ട് ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ക്യാമറാസ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയർ മെഡിസിനിൽ ഉപയോഗിക്കുന്ന ഇമേജിംഗ് ടെസ്റ്റുകളുടെ എക്സാമ്പിൾസ് പഠിച്ചു. സ്പെക്റ്റും പെറ്റും കേട്ടോ. സ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി, പെറ്റ് എന്ന് പറഞ്ഞാല് പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? ഓക്കെ. ഇനി അടുത്തൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് നമുക്ക് പോകാം. സൗണ്ട് ഒക്കെ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അപ്പോ അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് ഓങ്കോളജി. ഏതാണ്? ഓങ്കോളജി ട്ടാ. എന്തായിരിക്കും ഓങ്കോളജി? നിങ്ങൾക്കറിയാലോ എന്തായിരിക്കും ഓങ്കോളജി? അതെ, കറക്റ്റ് ആണ്. സ്റ്റഡി ഓഫ് ക്യാൻസർ. ആതിര, വിസ്മിത, ഓക്കെ, കറക്റ്റ് ആണ്. ക്യാൻസർ, ഐശ്വര്യ, ക്യാൻസർ. എല്ലാവരും പറയുന്നത് കറക്റ്റ് ആണ് കേട്ടോ. ഓങ്കോളജി എന്താണ്? ക്യാൻസർ സംബന്ധമായിട്ടുള്ള അല്ലെ ചികിത്സ ചെയ്യുന്ന, കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഓങ്കോളജി എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം, വായിക്കാൻ നമുക്ക്. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഇൻക്വയർസ് ആൻഡ് ട്രീറ്റ്സ് ഓൾ കൈൻഡ്സ് ഓഫ് cancers and provides a wide range of chemotherapy treatment and radiotherapy for cancerous tumors and blood disorders. അല്ലെ, എന്തൊക്കെയാണ്? വിവിധ തരത്തിലുള്ള ക്യാൻസേഴ്സ്, അതുപോലെ തന്നെ ക്യാൻസറസ് ട്യൂമേഴ്സ്. ട്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഴകളാണ് അല്ലെ. എല്ലാ മുഴകളും എന്തെല്ലാം ക്യാൻസറസ് അല്ല കേട്ടോ, പക്ഷെ ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമേഴ്സുകള്, അതുപോലെ പലതരത്തിലുള്ള ഈ പറയുന്ന രക്തവൈകല്യങ്ങള്, അവയ്ക്കൊക്കെ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഓങ്കോളജി എന്ന് പറയുന്നത്. This department is usually connected with all the other departments as referrals cannot be made when one department cannot diagnose the patient's problem. ആ ഒരു സെന്റൻസിൽ ചെറിയൊരു ഗ്രാമാറ്റിക് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അതിനകത്ത് ഈ റെഫറൻസ് കഴിഞ്ഞിട്ടുള്ള കൗണ്ട് ഉണ്ടല്ലോ, അത് വേണ്ട, അത് വെട്ടിക്കളഞ്ഞിട്ട് ഇത് ശരിയാവുന്നില്ല. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് യൂഷ്വലി കണക്റ്റഡ് വിത്ത് all the other departments as referrals made when one department cannot diagnose the patient's problem. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കാത്ത, ഇപ്പൊ രോഗികൾ എന്തെങ്കിലും ഒരു രോഗിയുടെ അവസ്ഥ എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കാത്ത സാഹചര്യങ്ങള്
അവരെന്ത് ചെയ്യും? റെഫർ ചെയ്ത് വിടുന്ന പേഷ്യൻസിനെയാണ് ഈ പറയുന്ന ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സ് പരിശോധിക്കുന്നത്. ഇപ്പൊ പലതരത്തില് അവർക്ക് നോക്കിയിട്ടൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല, രോഗം ഡയഗ്നോസ് ചെയ്യുന്നില്ല, അവർ റെഫർ ചെയ്യും, ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് അവർ റെഫർ ചെയ്യും. അങ്ങനെ റെഫർ ചെയ്ത് വരുന്ന ഡോക്ടേഴ്സിനെയാണ് ഈ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ പരിചരിക്കുന്നത്, അല്ലെങ്കിൽ അവര് നോക്കുന്നത്. പിന്നെ the doctors also carry out tumor removal procedures which are then sent for biopsy to verify whether the tumor is harmful or not. അല്ലെ, മാത്രമല്ല ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ട്യൂമർ റിമൂവൽ സർജറീസ് ചെയ്യുന്നുണ്ട് അല്ലെ, മുഴകൾ നീക്കം ചെയ്യാനുള്ള സർജറീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാൻസറസ് ട്യൂമേഴ്സ്, എല്ലാ ട്യൂമറും എന്നല്ല ക്യാൻസർ അല്ല കേട്ടോ. അപ്പൊ നമ്മൾ ഈ ട്യൂമറിനെ സർജിക്കൽ പ്രൊസീജിയറിലൂടെ റിമൂവ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യും? നമ്മള് ബയോപ്സി ടെസ്റ്റിന് അയക്കും. ബയോപ്സി ടെസ്റ്റിൽ അയക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വെദർ ഇറ്റ് ഈസ് ക്യാൻസർ ഓർ നോട്ട്, അത് ക്യാൻസറസ് ആണോ അല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അത് ബയോപ്സിക്ക് അയക്കുകയും അങ്ങനെയൊക്കെ. പിന്നെ എന്താണ്, അത്തരത്തിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ബയോപ്സി ടെസ്റ്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ബയോപ്സി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ട്യൂമർ ഇതാക്കിയിട്ട് അതിന്റെ ടിഷ്യൂ കളക്ട് ചെയ്യും, എന്നിട്ട് അത് ടെസ്റ്റിന് വിടുകയാണ്. അപ്പൊ നമുക്ക് വെദർ ഇറ്റ് ഈസ് ക്യാൻസർ ആണെന്ന് ഇരിക്കട്ടെ, അപ്പൊ അത് ആ ക്യാൻസർ ഗ്രേഡ് അറിയാനായിട്ട് ഏത് ലെവലിലാണ് ആ ക്യാൻസർ എത്തിയേക്കുന്നത്, എത്രത്തോളം അഗ്രസീവ് ആണ്. എന്താണ് സുനിയ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോ അത് ക്യാൻസർ ടൈപ്പ് ഏതാന്ന് അറിയാനായിട്ട്, അതുപോലെ തന്നെ ക്യാൻസറിന്റെ അതെ അതെ ശരി, കറക്റ്റ് ആണ്. അതെ, മുഴകളിൽ നിന്ന് ടിഷ്യൂസ് കളക്ട് ചെയ്യും, എന്നിട്ട് അത് ടെസ്റ്റിന് വിടും, ബയോപ്സി ടെസ്റ്റിന്. അപ്പൊ ആ ക്യാൻസർ ആണെങ്കിൽ തന്നെ ആ ക്യാൻസർ ഗ്രേഡ് അറിയാനായിട്ട്, ഇതിന് എത്രത്തോളം അഗ്രസീവ് ആണ് ക്യാൻസർ, അതുപോലെ ഏത് ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ്, എന്ത് ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ബയോപ്സി ടെസ്റ്റ് കൊണ്ട് സാധിക്കും കേട്ടല്ലോ. അപ്പോ അങ്ങനെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഓങ്കോളജി എന്ന് പറയുന്നത് കേട്ടോ. ഇനി the field of oncology has 3 major areas. ഈ ഓങ്കോളജി എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് 3 ഏരിയകളാണ്, പ്രധാനമായിട്ട് അതിനകത്ത് 3 ഏരിയകളായിട്ടാണ് അതിനെ സമർപ്പിക്കുന്നത്. ഇതൊക്കെയാണ് ആ 3 ഏരിയാസ്. ഫസ്റ്റ് വൺ അതാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ, മെഡിക്കൽ ഓങ്കോളജി. സെക്കൻഡ് വൺ സർജിക്കൽ ഓങ്കോളജി ആൻഡ് തേർഡ് വൺ റേഡിയേഷൻ ഓങ്കോളജി. ഇതൊക്കെയാണ് മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി, പിന്നെന്താണ് റേഡിയേഷൻ ഓങ്കോളജി. അപ്പൊ എന്തായിരിക്കും മെഡിക്കൽ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? മെഡിക്കൽ ആണ്, അതായത് മെഡിസിൻസ് യൂസ് ചെയ്തുകൊണ്ട്. എന്താണ് ജോഷ്ലി? ടിഷ്യൂ എന്ന് പറഞ്ഞാൽ കലകളാണ് കേട്ടോ, കലകള് കോശങ്ങൾ കൂടി ചേർന്നിട്ടാണ് ടിഷ്യൂസ് ഉണ്ടാവുന്നത്. സെല്ലുകൾ ഉണ്ടല്ലോ, സെൽ എന്ന് പറഞ്ഞാൽ കോശം, സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് ടിഷ്യൂസ് ഉണ്ടാവുന്നത്. മലയാളത്തിൽ കലകൾ എന്ന് പറയും കേട്ടോ. നമ്മുടെ ശരീരത്തിലുണ്ട് യോജകകല, നാരുകല, അങ്ങനെയൊക്കെയുള്ള കലകളുണ്ട് കേട്ടോ. ഓക്കെ, ഒരു യോജകകലയാണ് ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പം ഓക്കെ, അപ്പൊ മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത് ആ പേരിൽ തന്നെ കിട്ടും, മെഡിക്കൽ ആണ്, അതായത് മെഡിസിൻസ് യൂസ് ചെയ്തുകൊണ്ട് ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ വിത്ത് മെഡിസിൻ അല്ലെ, ഇൻക്ലൂഡിങ് കീമോതെറാപ്പി. അതായത് കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെ, മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റ്, ആ ഒരു ഏരിയനെയാണ് നമ്മൾ മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. അടുത്തത് എന്താണ്? സർജിക്കൽ ഓങ്കോളജി. സർജിക്കൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? സർജിക്കൽ പ്രൊസീജിയറിലൂടെ ചിലപ്പോൾ ക്യാൻസറിനെ നമ്മൾ ട്രീറ്റ് ചെയ്യും അല്ലെ. അതിനകത്ത് എന്തൊക്കെ വരുമ്പോൾ മുഴകൾ നീക്കം ചെയ്യുക, അതൊക്കെ അതിനകത്ത് വരുന്നതാണ് കേട്ടോ. ദ സർജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ക്യാൻസർ ഇൻക്ലൂഡിംഗ് ബയോപ്സി ആൻഡ് സർജിക്കൽ റീസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ്. അതായത് ഈ പറയുന്ന എന്താണ് സർജിക്കൽ റിമൂവൽ അല്ലെ, മുഴകള് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുന്ന, ബയോപ്സി ഉൾപ്പെടുന്ന ശസ്ത്രക്രിയാവശങ്ങൾ അല്ലെ, ആ ഒരു രീതിയിലുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർജിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത് കേട്ടോ. ദ സർജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ക്യാൻസർ ഇൻക്ലൂഡിംഗ് ബയോപ്സി. ബയോപ്സി ചെയ്യണമെങ്കിൽ സർജറി അല്ലെ, മുഴകൾ നീക്കം ചെയ്യുന്ന പ്രൊസീജിയർ ആണ്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബയോപ്സി ടെസ്റ്റിനത് വിടും. ആൻഡ് സർജിക്കൽ റീസെക്ഷൻ. റീസെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റിമൂവൽ തന്നെയാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. സർജിക്കൽ റിമൂവൽ ഓഫ് ട്യൂമേഴ്സ്, ആ ഒരു വിഭാഗമാണ് സർജിക്കൽ ഓങ്കോളജി. അടുത്ത് വരുന്നതാണ് എന്ത്? റേഡിയേഷൻ ഓങ്കോളജി. എന്തായിരിക്കും? റേഡിയേഷൻസ് യൂസ് ചെയ്തിട്ട് ക്യാൻസർ ട്രീറ്റ്മെന്റ് ചെയ്യും അല്ലെ, അതിനെയാണ് റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത്. റേഡിയേഷൻ തെറാപ്പി യൂസസ്
carefully targeted and regulated doses of high energy radiation to kill the cancer cells. അല്ലെ, അതായത് ഹൈ എനർജി ആയിട്ടുള്ള വളരെ ഊർജ്ജമുള്ള ആ ഒരു റേഡിയേഷൻസിന് അതിന്റെ ആ ഒരു ഡോസ് റെഗുലേറ്റ് ചെയ്തിട്ട് കേട്ടോ, ഡോസ് റെഗുലേറ്റ് ചെയ്തിട്ട് വളരെ എന്താണ് കെയർഫുള്ളി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള റേഡിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഹൈ എനർജി റേഡിയേഷൻസ് യൂസ് ചെയ്തത്? ഈ പറയുന്ന ക്യാൻസർ സെല്ലിനെ മുഴുവൻ നശിപ്പിച്ചു കളയാൻ വേണ്ടിയിട്ടാണ്, അതിനെ കരിച്ചു കളയാണ് അവർ ചെയ്യുന്നത്. കേട്ടല്ലോ. അപ്പോ അത്രയേ ഉള്ളൂ കേട്ടോ. ഓങ്കോളജി എന്താണെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഭാഗമാണ് ഓങ്കോളജി എന്ന് പറയുന്നത്. അതിനകത്ത് 3 ഏരിയാസ് നോട്ട് ചെയ്ത് പഠിക്കണം. ഏതൊക്കെയാണത്? മെഡിക്കൽ ഓങ്കോളജി, മെഡിസിൻസ് ആണ്. മെഡിസിൻസ് യൂസ് ചെയ്തുകൊണ്ട് ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുന്ന അതിൽ വരുന്നതാണ് നമ്മുടെ കീമോതെറാപ്പി. കാര്യം എന്താണ്? കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ് അല്ലെ, കെമിക്കൽ ഡ്രഗ്സ് ആണ് അവിടെ മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെന്താണ് സർജിക്കൽ ഓങ്കോളജി? എന്താണ്? സർജിക്കൽ പ്രൊസീജിയേഴ്സിലൂടെ അല്ലെങ്കിൽ ബയോപ്സി ഉൾപ്പെടുന്ന സർജിക്കൽ പ്രൊസീജിയറിലൂടെ ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് സർജിക്കൽ ഓങ്കോളജി. റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത് ഹൈ എനർജി ആയിട്ടുള്ള റേഡിയേഷൻ ഉപയോഗിച്ചുകൊണ്ട് ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഏരിയ. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓങ്കോളജി ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് ഒഫ്താൽമോളജി. ഇതാണ് ഒഫ്താൽമോളജി. പറഞ്ഞോളൂ, ഒഫ്താൽമോളജി ഏതാണ്? നിങ്ങൾക്ക് അറിയാലോ. അതെ, കറക്റ്റാണ്. സ്റ്റഡി ഓഫ് ആതിര, ശരണ്യ, അഗന്ത, ശ്രുതി, ഐശ്വര്യ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. ബിസ്മിറ്റൊക്കെ പറയുന്നുണ്ട്. അതെ, ഐ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഒഫ്താൽമോളജി. ഡയാന പുതിയ കുട്ടിയാണോ? ഡയാന റനീഷ് ആൻസർ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഒഫ്താൽമോളജി നമുക്ക് വായിക്കാം. This department deals with the investigation and treatment of ഡയാന പുതിയതല്ല, മെസ്സേജ് അയക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഡയാന പുതിയതല്ലാന്ന് മനസ്സിലായി, ആദ്യമായിട്ടാണ് ഞാൻ മെസ്സേജ് കാണുന്നത്. സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്ന കുട്ടികളുണ്ടല്ലോ, അതിൽ കണ്ടിട്ടില്ല, ഇവിടെ കാണുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. Ophthalmology. This department deals with the investigation and treatment of ഐ പ്രോബ്ലംസ് ഓഫ് അഡൽട്സ് ആൻഡ് ചിൽഡ്രൻ. അല്ലെ, മുതിർന്നവരിലും അതുപോലെ തന്നെ കുട്ടികളിലുമുള്ള ഈ പറയുന്ന നേത്ര പ്രശ്നങ്ങൾ, അല്ലെ, കണ്ണ് പ്രശ്നങ്ങളെ, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസിനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഒഫ്താൽമോളജി എന്ന് പറയുന്നത്. ഇനി എന്തെല്ലാം സേവനങ്ങളാണ് അവർ നമുക്ക് തരുന്നത്? Their services include എന്തൊക്കെയാണ്? ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്സ്. ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? സാധാരണ റെഗുലർ ഐ ചെക്കപ്സ്, അല്ലെ, സാധാരണയായിട്ട് ചെയ്യുന്ന ഐ ചെക്കപ്സ്. നമുക്ക് പ്രായമാകുമ്പോൾ വരും, അല്ലാണ്ട് ഇപ്പോ ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്, പിന്നെ എന്താണ് ഗ്ലോക്കോമ, തിമിര, അല്ലെ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ അത്തരത്തിലുള്ള റെഗുലർ ഐ ചെക്കപ്പ് അതൊക്കെ ഉൾപ്പെടുന്നതാണ്. അതിനെയാണ് നമ്മുടെ ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. കാഷ്വൽ ആയിട്ട് നടക്കുന്ന ഐ ചെക്കപ്സ് ആണ്. പിന്നെ ലേസർ ട്രീറ്റ്മെന്റ്സ്. ലേസർ ട്രീറ്റ്മെന്റ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് ഈ പറയുന്ന നമ്മുടെ വിഷൻ കറക്റ്റ് ആക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ലേസർ ട്രീറ്റ്മെന്റ്. കണ്ണടയൊന്നും വെക്കേണ്ടി വരില്ല, അല്ലാതെ തന്നെ നമുക്ക് വിഷൻ കറക്റ്റ് ആക്കാനായിട്ടൊക്കെ സാധിക്കും. ലേസർ ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് കേട്ടോ ലേസർ ട്രീറ്റ്മെന്റ്സുകൾ. പിന്നെന്താണ്? പിന്നെ നമുക്ക് പരിചയമില്ലാത്ത ചിലർക്കൊക്കെ പരിചയം ഉണ്ടാവും. എന്താണ്? ഒപ്റ്റോമെട്രി. എന്താണ് ഒപ്റ്റോമെട്രി? എന്താണ് ഒപ്റ്റോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഒപ്റ്റോമെട്രി ട്രീറ്റിംഗ് ഓഫ് ഐ മൂവ്മെന്റ് പ്രോബ്ലംസ്. അത് ഓർത്തോപ്റ്റിസ്റ്റ് ആണ് കേട്ടോ. അത് ഓർത്തോപ്റ്റിസ്റ്റ് ആണ്. ഞാൻ ചോദിച്ചത് ഒപ്റ്റോമെട്രി ആണ്. ഒപ്റ്റോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ കേട്ടോ. ഒപ്റ്റോമെട്രി എന്താണെന്ന് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഒന്ന് ആദ്യം കേൾക്കുക, എന്നിട്ട് എഴുതിയാൽ മതി. ഒപ്റ്റോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പ്രൈമറി ഐ കെയർ പ്രൊഫഷൻ ആണ് കേട്ടോ. പ്രൈമറി ഐ കെയർ പ്രൊഫഷൻ ആണ്. അതായത് പ്രാഥമികമായിട്ട് കണ്ണ് പരിശോധനകളൊക്കെ നടത്തുന്ന ഒരു വിഭാഗമാണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. ശരിക്കും ഇതൊരു പാരാമെഡിക്കൽ കോഴ്സ് ആണ് കേട്ടോ ഒപ്റ്റോമെട്രി. അവിടെ വർക്ക് ചെയ്യുന്ന അതെ പ്രൈമറി ഐ കെയർ ആണ് കേട്ടോ ചെയ്യുന്നത്. ഒപ്റ്റോമെട്രിസ്റ്റ് എന്നാണ് അവിടുത്തെ ആളുകൾ പറയുന്നത്. ഒരു ഡോക്ടർ അല്ല കേട്ടോ. ഡോക്ടറൽ ഡിഗ്രി ഉള്ള ആളുകളല്ല. BSc ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്, BSc ഒപ്റ്റോമെട്രി. പക്ഷെ അതിലെന്താണ്? പ്രൈമറി ഐ കെയർ പ്രൊഫഷണൽസ് ആണ്. പ്രാഥമികമായിട്ട് ഐ പരിശോധനകൾ ചെയ്യുക, അതുപോലെ തന്നെ ലെൻസ് പ്രിസ്ക്രൈബ് ചെയ്യുക,
കണ്ണടയൊക്കെ വെക്കേണ്ടി വരികയാണെങ്കിൽ ലെൻസ് പ്രിസ്ക്രൈബ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്തരം സേവനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. അവിടുത്തെ പ്രൊഫഷണൽസിന് നമ്മൾ ഒപ്റ്റോമെട്രിസ്റ്റ് എന്നാണ് പറയുക കേട്ടോ. അവര് എന്ന് പറഞ്ഞാൽ പ്രൈമറി ഐ കെയർ പ്രൊഫഷണൽസ് ആണ്. അത് ഡോക്ടറൽ ഡിഗ്രി ഉള്ള ആളുകളല്ല കേട്ടോ. അത് BSc ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അത് ഡിഗ്രി ഉണ്ട്, ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. ഇറ്റ്സ് പാരാമെഡിക്കൽ കോഴ്സ് ആണ് കേട്ടോ. അപ്പൊ എഴുതി വെച്ചോളൂ, ഒപ്റ്റോമെട്രി എന്താന്ന് എഴുതി വെച്ചോളൂ. ഒപ്റ്റോമെട്രി എഴുതിക്കോളൂ കേട്ടോ. ഒപ്റ്റോമെട്രി മീൻസ് optometry is a എഴുതിക്കോളൂ. optometry is a എന്താണ് മുഹസിന? ലേസർ ഒന്നുകൂടെ പറയുന്നു. ലേസർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ വിഷൻ കറക്റ്റ് ആക്കാനുണ്ട്, കണ്ണിന്റെ കാഴ്ച കറക്റ്റ് ആക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് കേട്ടോ ലേസർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ ലേസർ ട്രീറ്റ്മെന്റ്? പരസ്യമൊക്കെ ഉണ്ടല്ലോ, കണ്ണട ഒന്നും വെക്കേണ്ട, കണ്ണട വെച്ചുള്ള ഭംഗിയൊക്കെ പോണ്ടാന്ന് വെച്ചിട്ട് ലേസർ ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് വിഷൻ പ്രോബ്ലംസ് ഒക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഒപ്റ്റോമെട്രി എഴുതിക്കോളൂ കേട്ടോ. ഇറ്റ് ഈസ് എ ഹെൽത്ത് കെയർ പ്രൊഫഷൻ. ഇറ്റ് ഈസ് എ ഹെൽത്ത് കെയർ പ്രൊഫഷൻ. വാസൻ ഐ കെയർ, വാസൻ ഐ കെയർ ഒരു ഐ സ്പെഷ്യലിസ്റ്റ് ഇതാണ് അല്ലെ, ഹോസ്പിറ്റലാണ്. ഇസ് എ ഞാൻ പറഞ്ഞത് വിട്ടുപോയി, ഒപ്റ്റോമെട്രി ആണ് കേട്ടോ പറയുന്നത്. ഒപ്റ്റോമെട്രി ഇസ് എ ഹെൽത്ത് കെയർ പ്രൊഫഷൻ. ഹെൽത്ത് കെയർ പ്രൊഫഷൻ, PROFESSION, health care profession that focuses on the eyes and the eyes, കണ്ണുകൾ കേട്ടോ, EYES, the eyes and vision, കാഴ്ച, VISION, vision. ഒന്നുകൂടെ വായിക്കാം. എന്താണ് ഒപ്റ്റോമെട്രി എന്നാണ് പറഞ്ഞത്. ഒപ്റ്റോമെട്രി is a health care profession that focuses on the eyes and vision. സിയ കറക്റ്റ് ആണ് കേട്ടോ. കിട്ടിയില്ലേ ഒപ്റ്റോമെട്രി എന്താണ്? അതൊരു പ്രൈമറി ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ് കേട്ടോ. അതായത് ഡോക്ടറൽ ഡിഗ്രി ഉള്ള ആളുകളല്ല, അത് ഈ പറയുന്ന ഒരു ഡിഗ്രി കോഴ്സ് ആണ്. BSc ഒപ്റ്റോമെട്രി ഒരു പാരാമെഡിക്കൽ കോഴ്സ് ആണ്. നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ബേസിക് ആയിട്ടുള്ള ഐ പരിശോധനകളൊക്കെ ചെയ്യുന്നവര്, അതുപോലെ നമുക്ക് ലെൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാര്, അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള മെഡിക്കേഷൻസ് ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ആളുകൾ കേട്ടോ. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ അത്തരം സേവനങ്ങൾ, ഇപ്പൊ എന്തൊക്കെ സേവനങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്സ്, അതായത് റെഗുലർ ആയിട്ടുള്ള ഐ ചെക്കപ്സ്, പിന്നെ ലേസർ ട്രീറ്റ്മെന്റ്, പിന്നെ ഒപ്റ്റോമെട്രി. ക്ലിയർ? അടുത്തത് എന്താണ്? അടുത്തത് ഓർത്തോപ്റ്റിസ്റ്റ്. ഏതാണ്? ലേസർ ട്രീറ്റ്മെന്റ് അല്ലല്ല, തിമിരത്തിന് മാത്രമല്ല കേട്ടോ. ലേസർ ട്രീറ്റ്മെന്റ് സാധാരണ വിഷൻ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആളുകളില്ലേ, അതായത് ഇപ്പൊ കണ്ണടയൊക്കെ വെക്കേണ്ട ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് ഈ കണ്ണട വെക്കാതെ ഇത്തരം ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ, കണ്ണടയൊന്നും വെക്കാണ്ട് അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇതാണ് ലേസർ ട്രീറ്റ്മെന്റ്. ഇപ്പൊ കുറെ കൂടെ അത് ഒത്തിരി എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു ലേസർ ട്രീറ്റ്മെന്റ്. ഇനി അടുത്തത് ഓർത്തോപ്റ്റിസ്റ്റ് കേട്ടോ. ഓർത്തോപ്റ്റിസ്റ്റ് എന്താണെന്നാണ് ഒരു കാര്യം ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയാണ്. ഓർത്തോ എന്ന പേര് കേൾക്കുമ്പോൾ ആരും മറ്റേ ബോണോ ആയിട്ട് റിലേറ്റഡ് ആണെന്ന് ചിന്തിക്കരുത് കേട്ടോ. അതുകൊണ്ട് ഇത് നോട്ട് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കണം. ഓർത്തോപ്റ്റിസ്റ്റ് എന്നാണ്. പെട്ടെന്ന് ചിലർ ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ ഓർത്തോ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. അല്ല കേട്ടോ, ദാറ്റ് ഇസ് കണക്റ്റഡ് ടു ഒഫ്താൽമോളജി. ഇതാണ് ഞാൻ നോട്ട് ചെയ്യാനായിട്ട് പറഞ്ഞത്. ഓർത്തോപ്റ്റിസ്റ്റ് ആർ ദ എക്സ്പേർട്സ് ഇൻ ഡയഗ്നോസിങ് and treating defects in eye movement and problems with how the eye work together called ബൈനോക്കുലർ വിഷൻ. മനസ്സിലായോ? എന്താണ് ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത് എക്സ്പേർട്സ് ആണ് അല്ലെ. എങ്ങനെയുള്ള എക്സ്പേർട്സ് ആണ് അവര്? അതായത് നമ്മുടെ നേത്ര ചലന വൈകല്യങ്ങൾ അല്ലെ, ഇത് പറയുന്ന ഐ മൂവ്മെന്റ് ആണ് അല്ലെ. ഡിഫക്ട്സ് ഇൻ ഐ മൂവ്മെന്റ്, നേത്ര ചലന വൈകല്യങ്ങള്, അല്ലെങ്കിൽ എന്താണ് ഹൗ ദ ഐ വർക്ക് ടുഗെദർ കോൾഡ് ബൈനോക്കുലർ വിഷൻ. ഇപ്പൊ നമ്മൾക്കുള്ളത് ബൈനോക്കുലർ വിഷൻ ആണ്. അതായത് എന്താ പറയുക, ഇപ്പൊ രണ്ട് കണ്ണുകളും ഒരേ സമയം നമുക്ക് ഒരു വസ്തുവിൽ കേന്ദ്രീകരിച്ചിട്ട് നമുക്ക് ആ ഒരു വസ്തുവിനെ ത്രിമാന അല്ലെ 3D ഫോമിലാണ് നമ്മൾ അതിനെ കാണുന്നത്. ആ ഒരു കാഴ്ചയുടെ അനുഭവത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ബൈനോക്കുലർ വിഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ രണ്ട് കണ്ണുകളും ഒരേ സാധനത്തിൽ അല്ലെങ്കിൽ ഒരേ വസ്തുവിൽ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഒരു 3D ഇമേജ് കിട്ടുന്നുണ്ട് അല്ലെ. അങ്ങനെയുള്ള ഒരു കാഴ്ചയുടെ അനുഭവം,
അതിനെയാണ് നമ്മൾ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത്. ചില ആളുകളെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ചിലവർക്ക് ഡിഫക്ട്സ് ഉണ്ടാവും, കണ്ണുകളുടെ ആ ഒരു കൃഷ്ണമണിയുടെ ദിശ വ്യത്യാസം ഉണ്ടാവും അല്ലെ, ചിലവർക്ക് ഒരു ദിശകൾ മാറിയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ എന്താണ് ബൈനോക്കുലർ വിഷന് വരുന്ന പ്രോബ്ലംസ് ആണ്. അപ്പൊ അത്തരം പ്രോബ്ലം ഉള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ശരിയായ ഒരു വിഷൻ അവർക്ക് ഉണ്ടാവില്ല, വളരെ ബ്ലഡ് ആയിട്ടുള്ള വിഷൻ ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ചിലപ്പോൾ കണ്ണിന് പെയിൻ ഉണ്ടായിരിക്കും, പിന്നെ ഡബിൾ വിഷൻ ഒക്കെ ആയിരിക്കും. അവർക്ക് ശരിക്കും കാണുന്നുണ്ടാവും, പക്ഷെ ശരിയായ രീതിയിലായിരിക്കില്ല അവര് കാണുന്നത്. അപ്പോ ആ ഒരു ഡിഫക്റ്റ് ഒക്കെ ബൈനോക്കുലർ വിഷന് വരുന്ന ഡിഫക്റ്റ് ആണ്. ബൈനോക്കുലർ വിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന അവസ്ഥ, രണ്ട് കണ്ണുകളും ഒരേ രീതിയിൽ ഫോക്കസ് ചെയ്ത് നമുക്ക് ആ ഒരു ചുറ്റുപാടുകളെ ത്രിമാന മാതൃകയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു കാഴ്ചയുടെ അനുഭവം, ദാറ്റ് ഈസ് കോൾഡ് ബൈനോക്കുലർ വിഷൻ. അപ്പോ അത്തരത്തിലുള്ള പ്രോബ്ലംസ്, അങ്ങനെയുള്ള പ്രോബ്ലംസിന് അതുപോലെ നേത്രചലന വൈകല്യങ്ങളെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന, അവയൊക്കെ ഡയഗ്നൈസ് ചെയ്യുന്ന, ട്രീറ്റ് ചെയ്യുന്ന എക്സ്പേർട്സ് ആണ് ആരെന്ന് പറയുന്നത്, ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഓർത്തോപ്റ്റിസ്റ്റ് ആർ ദ എക്സ്പേർട്സ് ഇൻ ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റിംഗ് ഡിഫക്ട്സ് ഇൻ ഐ മൂവ്മെന്റ്, നേത്രചലന വൈകല്യങ്ങളിലുള്ള പ്രശ്നങ്ങള്, അതുപോലെ പ്രോബ്ലംസ് വിത്ത് ഹൗ ദ ഐ വർക്ക് ടുഗെദർ കോൾഡ് ബൈനോക്കുലർ വിഷൻ. ദാറ്റ് മീൻസ് പ്രോബ്ലംസ് ഓഫ് ബൈനോക്കുലർ വിഷൻ, ബൈനോക്കുലർ വിഷന് വരുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന എക്സ്പേർട്സ് ആണ് ആരെന്ന് പറയുന്നത്, ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത്. അവരും എന്തല്ല ഡോക്ടറൽ ഡിഗ്രി ഉള്ള ആളുകളല്ല കേട്ടോ, പക്ഷെ അവരെന്താണ് ഒഫ്താൽമോളജിസ്റ്റിന്റെ കൂടെ തന്നെ അസിസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് ഈ പറയുന്ന ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായത്? കണ്ണുകൾ രണ്ട് ദിശയിലാവുമ്പോൾ നമുക്ക് ശരിയായി കാണാൻ പറ്റില്ല ചില അല്ലെ, അത്തരം പ്രോബ്ലം. ഇപ്പൊ നമ്മൾ തന്നെ ഒരു കണ്ണ് അടച്ചു പിടിച്ചിട്ട് ഒന്ന് നോക്കി നിങ്ങള് രണ്ട് വിഷനായിട്ട്, അത് രണ്ടും ഒരുമിച്ച് കാണുമ്പോഴാണ് നമുക്ക് അതിന്റെ മൊത്തത്തിലുള്ള ഒരു 3D ഇമേജ് കിട്ടുന്നത്. ഒരു കണ്ണടച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ, രണ്ട് കണ്ണുകളും പരസ്പരം അടച്ച് നോക്ക്, വ്യത്യാസം ഉണ്ടാവും, ഒരു ഡിസ്റ്റൻസിൽ ചെറിയൊരു വ്യത്യാസം ഫീൽ ചെയ്യും. അപ്പോ നമുക്കുള്ളത് ഇത് രണ്ടും ഒരുമിച്ചാവുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഒരു ഇമേജ് കിട്ടുന്നത് അല്ലെ. ഈ ബൈനോക്കുലർ വിഷൻ ഡിഫക്ട്സ് ഉള്ളവർക്ക് ശരിയായി കാണാനൊന്നും അവർക്ക് പറ്റില്ല, കാണും ശരിയായ രീതിയിലാകില്ല അവര് കാണുന്നത് കേട്ടോ. അത്തരം പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഈ ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന വേർഡിന്റെ ഒറിജിനേഷൻ എവിടെ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത്? അതാണ് അടുത്തത് പറയുന്നത്. ദ വേർഡ് ഓർത്തോപ്റ്റിക് കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ്സ് ഓർത്തോസ് വിച്ച് മീൻസ് സ്ട്രെയിറ്റ്, അതുപോലെ ഒപ്റ്റിക്കോസ് വിച്ച് മീൻസ് റിലേറ്റിംഗ് ടു സൈറ്റ്. അതായത് ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന വേർഡിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓർത്തോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ്, എന്താണ് ഓർത്തോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിന്റെ അർത്ഥം? വിച്ച് മീൻസ് സ്ട്രെയിറ്റ്, നേരായത് എന്നുള്ള അർത്ഥമുള്ള ഓർത്തോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡും, അതുപോലെ ഒപ്റ്റിക്കോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിന്റെ മീനിങ് എന്താണ്? റിലേറ്റിംഗ് ടു സൈറ്റ് അല്ലെ, കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ അതൊന്ന് കൂട്ടിച്ചേർത്തൊക്കെ, നേരായ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടത് എന്നർത്ഥം വരുന്ന എന്ത് വേർഡ് വന്നത്? ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്നത്. ക്ലിയർ ആയോ പറയുന്നത്? ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന വേർഡ് രണ്ട് ഗ്രീക്ക് വേർഡ്സിലാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഓർത്തോസ് എന്ന് പറയുന്ന അർത്ഥം സ്ട്രെയിറ്റ്, നേരായ. ഒപ്റ്റിക്കോസ് മീൻസ് എന്താണ്? റിലേറ്റഡ് ടു വിഷൻ ആണ് കേട്ടോ, സൈറ്റ്, കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടത്. അങ്ങനെ നേരായ കാഴ്ചയുമായി ബന്ധപ്പെട്ടത് എന്നർത്ഥം വരുന്ന ഓർത്തോപ്റ്റിക് കേട്ടോ, അത് ഗ്രീക്ക് വേർഡിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എന്തെല്ലാം സേവനങ്ങളാണെന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി വേറൊരു കാര്യമാണ് ഒഫ്താൽമിക് ഇമേജിംഗ്. എന്താണ് ഒഫ്താൽമിക് ഇമേജിംഗ്? എന്താണ് ഒഫ്താൽമിക് ഇമേജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെന്റ് ടു ക്രിയേറ്റ് ദ ഡീറ്റെയിൽഡ് ഇമേജസ് ടു സപ്പോർട്ട് ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് എ റേഞ്ച് ഓഫ് ഐ കണ്ടീഷൻസ്. അതായത് വിവിധ തരത്തിലുള്ള നേത്രരോഗങ്ങളുടെ രോഗനിർണയവും അതുപോലെ അതിന്റെ ചികിത്സയും ഒക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു പ്രൊസീജിയർ, ആ ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ ഒഫ്താൽമിക് ഇമേജിംഗ് എന്ന് പറയുന്നത്. അതിലൂടെ കിട്ടുന്ന ചിത്രങ്ങൾ നമ്മൾ എന്ത് പറയും? ഒഫ്താൽമിക് ഇമേജസ് എന്നാണ് പറയാ. നമ്മൾ പറഞ്ഞത് ഒഫ്താൽമിക് ഇമേജിംഗ് ആണ് കേട്ടോ, അതൊരു പ്രൊസീജിയർ ആണ്. എന്തിനുള്ള പ്രൊസീജിയർ ആണ്? ഈ പറയുന്ന വിവിധ തരത്തിലുള്ള നേത്രവൈകല്യങ്ങള് അല്ലെങ്കിൽ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയൊക്കെ ഡയഗ്നോസ് ചെയ്യുന്നതിനും ചികിത്സിക്കുന്നതിനും വേണ്ടിയിട്ട് വളരെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ, ദാറ്റ് ഈസ് കോൾഡ് ഒഫ്താൽമിക് ഇമേജിംഗ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ നമ്മൾ ഒഫ്താൽമോളജി എന്താന്ന് കണ്ടു. നേത്രവുമായിട്ട് മീൻസ് കണ്ണുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഭാഗമാണ്. എന്തെല്ലാം സേവനങ്ങളാണ് അവർ നമുക്ക് തരുന്നത്? ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്സ്, ലേസർ ട്രീറ്റ്മെന്റ്സ്,
ഒപ്റ്റോമെട്രി. ഓക്കെ, ഒപ്റ്റോമെട്രി എന്താന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ. പ്രൈമറി ഹെൽത്ത് ഐ കെയർ പ്രൊഫഷണൽസ് ആണ് ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു കോഴ്സ് ആണ് കേട്ടോ ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. പിന്നെ ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ഒഫ്താൽമോളജി. ഓർത്തോ എന്ന് കേൾക്കുമ്പോൾ ഓടിപ്പോയിട്ട് ഓർത്തോപീഡിക്സ് ആണെന്ന് വിചാരിക്കരുത് കേട്ടോ, എല്ലുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് വിചാരിക്കരുത്. ഓർത്തോപ്റ്റിക് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു കേട്ടോ. പിന്നെ ഒഫ്താൽമിക് ഇമേജിങ്ങും നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ഒരു ചെറിയൊരു ഡിപ്പാർട്ട്മെന്റും കൂടെ പറയാം. ഏതാണിത്? ഇപ്പൊ ഈ പറയുന്ന ഓർത്തോപീഡിക്സ് അല്ലെ. ഓർത്തോപീഡിക്സ് എന്താണ്? ഈ പറയുന്ന അസ്ഥിയുമായിട്ട് അല്ലെങ്കിൽ പേശിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഓർത്തോപീഡിക്സ് എന്ന് പറയുന്നത്. നമുക്ക് വായിക്കാം. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് ദ പ്രോബ്ലംസ് ദാറ്റ് എഫക്ട് ദ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം. മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ അസ്ഥിവ്യൂഹം അല്ലെങ്കിൽ നമ്മുടെ പേശി വ്യൂഹവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പാണ് എന്തെന്ന് പറയുന്നത് ഓർത്തോപീഡിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ദാറ്റ് ഇൻക്ലൂഡ്സ് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? ദാറ്റ് ഇൻക്ലൂഡ്സ് ട്രീറ്റിംഗ് ബോൺസ്. ബോണസ് എന്നാണ് കേട്ടോ എഴുതി വെച്ചിരിക്കുന്നത്. ബോൺസ് ആണ് കേട്ടോ. BONES ആണ്, യു അല്ല കേട്ടോ, ഇ ആണ് വരിക. ഒന്ന് വെട്ടിത്തിരുത്തണേ. ദാറ്റ് ഇൻക്ലൂഡ്സ് ട്രീറ്റിംഗ് ബോൺസ്. അതുപോലെ തന്നെ ബോൺസ് എന്താണ്? അസ്ഥികളാണ് കേട്ടോ. ബോൺസ് എന്ന് പറഞ്ഞാൽ അസ്ഥികളാണ്. മസിൽസ് എന്താണ്? പേശികള് അല്ലെ, പേശികള്. പിന്നെ ടെൻഡൻസ്, ലിഗമെന്റ്സ് ഓർ ടെൻഡൻസ്, ഒരു ടെൻഡൻസ് മതി കേട്ടോ, ലിഗമെന്റ്സ്. പിന്നെന്താണ്? റീപ്ലേസിംഗ് ബോൺസ് ലൈക്ക് ഹിപ്പ് റീപ്ലേസ്മെന്റ്, നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ്. ഇപ്പൊ എന്തൊക്കെ സേവനങ്ങളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? ട്രീറ്റിംഗ് ബോൺസ് അല്ലെ, അസ്ഥികള്, അതുപോലെ മസിൽസ്, പേശി പ്രശ്നങ്ങള്. ടെൻഡൻസ്, എന്താണ് ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ അറിയാമോ? ടെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മസിൽ ഉണ്ടല്ലോ, മസിൽ പേശീനെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ ഒരു ടിഷ്യൂസിനെയാണ്, കണക്റ്റീവ് ടിഷ്യൂസിനെയാണ് നമ്മൾ ടെൻഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. ടെൻഡൻസ്. അപ്പൊ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു എന്താണ് ടെൻഡൻസ് എന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട എന്താണ് ടെൻഡൻസ് എന്ന്, സിമ്പിൾ ആയിട്ട് എഴുതി വെച്ചോളൂ. ടെൻഡൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂസ്. എഴുതിക്കോളൂ കേട്ടോ. ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂസ്. ഫൈബ്രസ്, FIBROUS. ഫൈബ്രസ് കണക്ട് ചെയ്യുന്നത് കേട്ടോ. ആരെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് പറയാം. കണക്റ്റീവ് ടിഷ്യൂസ് ദാറ്റ് അറ്റാച്ചസ് മസിൽ ടു ബോൺ. എന്താണ്? മസിൽ ടു ബോൺ. അതായത് പേശിയെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ ഒരു കണക്റ്റീവ് ടിഷ്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെൻഡൻസ് എന്ന് പറയുന്നത്. അതെ ചെയ്യാം. ഇറ്റ് ഈസ് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂസ് ദാറ്റ് അറ്റാച്ചസ് മസിൽ ടു ബോൺ. നിങ്ങളുടെ മനസ്സിൽ മസിൽ ടു ബോൺ നോർത്താൽ മതി കേട്ടോ. പേശീനെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് എന്തെന്ന് പറയുന്നത്? ടെൻഡൻസ് എന്ന് പറയുന്നത്. അടുത്ത ആളാരാണ്? ലിഗമെന്റ്സ് അല്ലെ. മലയാളത്തിൽ നമ്മൾ സ്നായുക്കൾ എന്നാണ് കേട്ടോ പറയാം. സ്നായുക്കൾ എന്ന് പറയും. എന്താണ് ലിഗമെന്റ്സ്? ലിഗമെന്റ്സ് ഇതുപോലെ തന്നെ കണക്റ്റീവ് ടിഷ്യൂ ആണ്. എഴുതിക്കോളൂ. ലിഗമെന്റ് കണക്ട്സ് ബോൺ ടു ബോൺ. അതായത് അസ്ഥിനെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് കേട്ടോ. ബോൺസ് ടു ബോൺ. ബോൺ ടു ബോൺ കണക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. മസിൽ ടു ബോണിനെ കണക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ടെൻഡൻസ് എന്ന് പറയുന്നത്. അതെ സിയ, കറക്റ്റ് ആണ് കേട്ടോ. മനസ്സിലായില്ലേ? ടെൻഡൻസും ലിഗമെന്റ്സും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് കണക്ട് മസിൽ ടു ബോൺ ആണ്, പേശിയെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗമാണ്. ലിഗമെന്റ്സ് അഥവാ സ്നായുക്കൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് കണക്ട് ബോൺ ടു ബോൺ, പേശികളെ പരസ്പരം കണക്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങള്. പിന്നെന്താണ്? റീപ്ലേസിംഗ് ബോൺസ് ലൈക്ക് ഹിപ്പ് റീപ്ലേസ്മെന്റ് അല്ലെ. ഹിപ്പ് ഇടുപ്പല് അല്ലെ, ഇടുപ്പല്ലിലെ അവിടുത്തെ റീപ്ലേസ്മെന്റ്. പിന്നെന്താണ്? നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ്, അതായത് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ അത്തരത്തിലുള്ള സേവനങ്ങളൊക്കെ തരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഓർത്തോപീഡിക്സ്. ഓക്കെ, ദാറ്റ് ഇൻക്ലൂഡ്സ് ട്രീറ്റിംഗ് ബോൺസ്, മസിൽസ്, ടെൻഡൻസ് ആൻഡ് ലിഗമെന്റ്സ്, അതുപോലെ റീപ്ലേസിംഗ് ബോൺസ് ലൈക്ക് ഹിപ്പ് റീപ്ലേസ്മെന്റ്, പിന്നെ നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ്. ഇങ്ങനെയുള്ള സേവനങ്ങളൊക്കെ വാഗ്ദാനം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഓർത്തോപീഡിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് പറയുന്നത്? അതർ ഔട്ട് പേഷ്യന്റ് സർവീസസ് ആൾസോ ഇൻക്ലൂഡ് ട്രീറ്റിംഗ് ഫ്രാക്ചേഴ്സ് ആൻഡ് ഡിസ്ലൊക്കേറ്റഡ്
ജോയിന്റ്സ്. അതോടൊപ്പം തന്നെ എന്താണ് മറ്റു പല ഔട്ട് പേഷ്യന്റ് സേവനങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാണ് ഔട്ട് പേഷ്യന്റ് സേവനങ്ങളായിട്ട് പറയുന്നത്? ട്രീറ്റിംഗ് ഫ്രാക്ചേഴ്സ് അല്ലെ. ഇപ്പൊ എല്ല് പൊട്ടുക, നമ്മളിപ്പോ എന്തെങ്കിലും വീഴൊക്കെ ചെയ്ത കൈയൊടിയാം, കാലൊടിയാം, ഫ്രാക്ചർ ആയി കഴിഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെന്റ്സ്. പിന്നെ ഡിസ്ലൊക്കേറ്റഡ് ജോയിന്റ്സ് അല്ലെ. ഇപ്പൊ സന്ധികൾ അല്ലെ, ജോയിന്റ്സ് ഒക്കെ ഡിസ്ലൊക്കേറ്റ് ചെയ്താൽ അതിനെ ട്രീറ്റ് ചെയ്യാം. അങ്ങനെയുള്ള സേവനങ്ങളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് നൽകുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്ത് പറയാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റ് നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യണോട്ടോ. പോയിന്റ്സ് ടു റിമെമ്പർ ആണ്, നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്. നെഫ്രോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി എന്തൊക്കെ സേവനങ്ങളാണ്, ട്രീറ്റ്മെന്റ്സ് ആണ് അവിടെ? എന്താണ് സുമിയ? ഫീമർ ഒടിഞ്ഞിട്ട് ചെയ്തിരുന്നു, സർജറി ചെയ്തിരുന്നു അല്ലെ? ഓക്കെ. അപ്പൊ നെഫ്രോളജി എന്താണ്? കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മൾ അവിടെ പ്രത്യേകം പറഞ്ഞത്? ഇലക്ട്രോലൈറ്റിക് ഡിസ്റ്റർബൻസും ഹൈപ്പർ ടെൻഷനും. ഇലക്ട്രോലൈറ്റിക് ഡിസ്റ്റർബൻസ് ഈസ് റിലേറ്റഡ് ടു വാട്ട് എന്ന് വെച്ചാൽ മനസ്സിലേക്ക് വരണം കേട്ടോ, നെഫ്രോളജി ആണ് കേട്ടോ. ഇലക്ട്രോലൈറ്റ്സ് ഡിസ്റ്റർബൻസ്, അതുപോലെ ഹൈപ്പർ ടെൻഷൻ, അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ അവര് അത്തരം ട്രീറ്റ്മെന്റ് അവർ തരുന്നുണ്ട്. അതുപോലെ ഡയാലിസിസ്, ട്രാൻസ്പ്ലാന്റ്, അതും അതിനകത്ത് വരുന്നതാണ്. കേട്ടല്ലോ? അത്രയും പോയിന്റ്സ് ഉള്ളു. പിന്നെ ന്യൂക്ലിയർ മെഡിസിൻ ആണ് നമുക്ക് അത്ര അധികം ഫെമിലിയർ അല്ലാത്തത്. ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ബ്രാഞ്ച് ഓഫ് എന്താണ്, ഇമേജിംഗ് അല്ലെ, ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ ഇമേജിംഗ്. മെഡിക്കൽ ഇമേജിങ്ങിന്റെ അല്ലെങ്കിൽ റേഡിയോളജിയുടെ തന്നെ ഒരു ശാഖയാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. അവിടെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ രോഗനിർണയവും ചികിത്സയും ഒക്കെ നടത്തുന്നു. പിന്നെ എന്തൊക്കെ രോഗങ്ങൾക്കാണ് എന്നത് നമ്മൾ എക്സാമ്പിൾസ് കണ്ടിരുന്നു. ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡ് ക്യാൻസർ, പിന്നെ ലിംഫോമാസ്, ബോൺ പെയിൻസ് ഫ്രം സം ടൈപ്പ് ഓഫ് ക്യാൻസർ, അതൊക്കെ അങ്ങനെയുള്ള അസുഖങ്ങളെയൊക്കെ ന്യൂക്ലിയർ മെഡിസിനിലൂടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു വളരെ സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ക്യാമറാസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന ന്യൂക്ലിയർ മെഡിസിനിൽ യൂസ് ചെയ്യുന്ന ഇമേജിംഗ് ടെസ്റ്റുകളും നമ്മൾ കണ്ടു കേട്ടോ. ഏതൊക്കെയാണ്? അതൊന്ന് സ്പെക്റ്റും പെറ്റും. അവിടെ നമ്മൾ സ്പെക്റ്റിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. സിംഗിൾ ഫോട്ടോ ഇനീഷ്യൽ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി ആൻഡ് PET എന്ന് പറഞ്ഞാൽ പോസിട്രോൺ ഇനീഷ്യൽ ടോമോഗ്രഫി. ക്ലിയർ? പിന്നെ ഓങ്കോളജി. ഓങ്കോളജി നമുക്കറിയാം ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഭാഗമാണ്. അത് 3 ഏരിയകളാണ് ഇതിൽ ഓർക്കാനുള്ളത്. മെഡിക്കൽ ഓങ്കോളജി, ദാറ്റ് മീൻസ് മെഡിസിൻസ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കീമോതെറാപ്പി ഉൾപ്പെടുന്ന മെഡിസിൻസ് യൂസ് ചെയ്തുകൊണ്ട് ഓങ്കോളജി ട്രീറ്റ്മെന്റ്, ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുന്നത് മെഡിക്കൽ ഓങ്കോളജി. സർജിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത് സർജിക്കൽ ട്രീറ്റ്മെന്റിലൂടെ ക്യാൻസറിനെ കൈകാര്യം ചെയ്യുന്നത് സർജിക്കൽ ഓങ്കോളജി, ഇൻക്ലൂഡിംഗ് ബയോപ്സി. കേട്ടല്ലോ? റേഡിയേഷൻ ഓങ്കോളജി എന്താണ്? റേഡിയേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു വിഭാഗം. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? ഒഫ്താൽമോളജി. അതിൽ കുറച്ച് ടേംസുകൾ നമ്മൾ പറഞ്ഞു കേട്ടോ. കണ്ണുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നു. അവരെന്തൊക്കെ സേവനങ്ങൾ നമുക്ക് തരുന്നുണ്ട്? ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റ്സ്, ലേസർ ട്രീറ്റ്മെന്റ്സ്, ഒപ്റ്റോമെട്രി. ഒപ്റ്റോമെട്രി എന്താണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ. അത് അവര് ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുന്നത് പ്രൈമറി ഐ കെയർ പ്രൊഫഷണൽസ് ആണ്. നമുക്ക് ലെൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുക, അതിന്റെ പവർ ഒക്കെ നോക്കി പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത് ഒപ്റ്റോമെട്രിസ്റ്റുകളാണ് കേട്ടോ. പിന്നെ ഓർത്തോപ്റ്റിസ്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ബൈനോക്കുലർ വിഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ, മറ്റ് നേത്ര ചലന വൈകല്യങ്ങൾ കേട്ടോ, ഈ മൂവ്മെന്റ്സ് ആണ്, നേത്ര ചലന വൈകല്യങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത്. അത് ഓർത്തോ ആണെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഒഫ്താൽമോളജി. പിന്നെ ഒഫ്താൽമിക് ഇമേജിംഗ് എന്താണെന്ന് നമ്മൾ കണ്ടിരുന്നു. പിന്നെ ഓർത്തോപീഡിക്സ് എന്താണ്? ബോൺസ്, മസ്കുലോസ്കെലറ്റൽ സിസ്റ്റമായിട്ട് ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഓർത്തോപീഡിക്സ്. ഇനി അവിടെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. മസിൽസ്, ബോൺസ്, ടെൻഡൻസ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അതുപോലെ ഹിപ്പ് റീപ്ലേസ്മെന്റ് സർജറീസ്, പിന്നെ നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ് സർജറീസ് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം സേവനങ്ങൾ തരുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഞാൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടേ, ചോദിച്ചോളൂ. ഡൗട്ട്സ് ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ? നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടോ? ലേസർ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോ കണ്ണടക്ക് വേണ്ടിയിട്ടല്ലാണ്ട് മെഡിസിൻ യൂസ് ചെയ്തിട്ട് കാഴ്ചക്കുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനാണോ? മെഡിസിൻ വിഷൻ, നമ്മുടെ ഐ വിഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലേസർ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നത്.
വിഷൻ കറക്റ്റ് ആക്കണം. അവിടെ കണ്ണട യൂസ് ചെയ്യാതെ നമുക്ക് കണ്ണട പിന്നെ വെക്കേണ്ടി വരില്ല. സാധാരണ ഇതിന് നമ്മൾ കണ്ണട വെറുതെ വെക്കുന്നില്ല, ലെൻസ് വെക്കുന്നുണ്ടല്ലോ, ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്, അങ്ങനെയുള്ള പ്രോബ്ലംസ്. അപ്പൊ പിന്നെ അതുപോലെ ഗ്ലോക്കോമ പോലെയുള്ള പ്രോബ്ലംസിനെയൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പൊതുവെ ലേസർ ഉപയോഗിക്കുന്നത്, ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ. വേറെ എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്സ് നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ? ക്ലിയർ അല്ലേ ഇന്നത്തെ ക്ലാസ്? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോണേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു.